അവിടെയാണ് ഏറ്റവും നിസ്സഹായരായ മനുഷ്യരുടെ ആ ഒരു പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടത്. ഈ 4-ാം ദിവസം അവിടെ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ, അവർക്കുള്ള സജ്ജീകരണങ്ങൾ, എല്ലാ അവശ്യ സാധനങ്ങളും അവിടെ ലഭ്യമാണോ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, നമ്മൾ മേപ്പാടിയിലെ ഗവൺമെൻറ് സ്കൂളിലെ ക്യാമ്പിലാണുള്ളത്. ഇവിടെ ഇപ്പോഴും ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് എത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എന്നോടൊപ്പമുള്ളത് മുണ്ടക്കൈ സ്വദേശിയായിട്ടുള്ള സാഹിറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 15 ആളുകളാണ് 16 ആളുകളാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. അതിൽ നിരവധി ആളുകളെ ഇപ്പോഴും കണ്ടെത്താനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവരെ തിരക്കിയാണ് സമീപത്തെ ആശുപത്രികളിലും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നിടത്തും ക്യാമ്പുകളിലും അവർ കയറി ഇറങ്ങുന്നത്. ചേട്ടാ, ആരൊക്കെയാണ് കാണാണ്ടായത്? കാണാതായിട്ടുള്ളത് ഞങ്ങൾ മൊത്തം 16 പേരുണ്ട്. അതിൽ ഒന്ന് ഉമ്മ, അനിയൻ്റെ മോള് കിട്ടാനുള്ളതിന്, അതേപോലെ ഭാര്യൻ്റെ ആങ്ങളിനെ കിട്ടാണ്ട് 3 മക്കൾ, ഒരാങ്ങളൻ്റെ ഭാര്യ 2 മക്കൾ, അങ്ങനെ മൊത്തം ഇനി 9 പേരെ കിട്ടാണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് അവിടെ ഈ മുണ്ടക്കൈയിൽ ഒരുമിച്ച് ഒരേ സ്ഥലത്തായിരുന്നു എല്ലാവരും താമസിക്കുന്നത്? ഒരേ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ 3 കുടുംബം 3 വീടുകളിലായിട്ട് അടുത്തടുത്ത് 4 വീടുകളിലായിട്ട് അടുത്തടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപകടം ഉണ്ടായ അന്ന് ചേട്ടനും കുടുംബവും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു? നിങ്ങൾ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഏറ്റവും മുകളിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു 15 മീറ്ററോളം അടുത്ത് വരെ വന്നിട്ടാണ് ഇത് മൊത്തം അടിച്ച് ഇതായി പോയത്. ബാക്കി 3 കുടുംബം താഴെയാണ്. അതിൽ മൂത്ത അളിയന് താഴത്തെ വീട്ടിൽ നിന്ന് അവരുടെ തറവാട്ടിലേക്ക് വന്നായിരുന്നു. അവിടെ അവരും പോയി. അതേപോലെ തന്നെ എൻ്റെ തറവാടായ അതിൻ്റെ കുറച്ച് താഴെയാണ്, അവരും ആ ഇതിൽ പോയി. ഈ അപകടത്തിൽ ലഭിച്ചിട്ടുള്ള ആരെങ്കിലും നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ആ സമയത്ത് അതെല്ലാം നടക്കുള്ളൂ. കാരണം നമുക്ക് ബന്ധുക്കളടുത്തേക്കായിട്ട് നമുക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം റോഡും കംപ്ലീറ്റ് ബ്ലോക്കായി. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന റോഡ് ഞങ്ങൾ തൊട്ട് 15 മീറ്ററോളം അടുത്ത് വരെ ബ്ലോക്കായി കിടക്കുകയാണ്. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല. പിന്നെ ആ സമയത്ത് അടുത്തുള്ള ആളുകളെ മാക്സിമം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഈ മൃതദേഹങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? നമുക്ക് ആ വീടിൻ്റെ പരിസരത്ത് നിന്നൊക്കെ തന്നെ ആയിട്ടാണോ എല്ലാവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്? നിലവിൽ കണ്ടെത്തിയ ആളുകളെയൊക്കെ ഇപ്പോൾ ഇതിനു മുമ്പ് കിട്ടിയത് 6 മൃതദേഹം കിട്ടിയത്, 6 മയ്യത്ത് കിട്ടിയത് ചൂരൽമല ഭാഗത്തു നിന്നാണ്. ഒരു കുട്ടീൻ്റെ ഇന്നിപ്പോൾ കിട്ടിയത് വായക്കാട് മലപ്പുറം ജില്ലയാണ്, കോഴിക്കോട് മലപ്പുറം ജില്ല, വായക്കാട് നിന്നാണ് ഒന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ എത്ര ആളുകൾ ഇനി കിട്ടാനുണ്ട്? എത്ര ആളുകൾ? 9 പേര് ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആശുപത്രികളിലും ഈ പരിസരങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിച്ചു. ഇന്നലെ 20 മൃതദേഹം ഇവിടെ MSA ഓഡിറ്റോറിയത്തിൽ വന്ന് അതിൽ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഒരു മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നിപ്പോൾ തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്.